വളരെ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. ഇതിനു വേണ്ടി ചിക്കൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായി ചതച്ചെടുക്കുക. ഈ മിക്സും കൂടി ചിക്കനിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് 1 മണിക്കൂറെങ്കിലും ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ ചിക്കൻ ഫ്രൈയിലേക്ക് നന്നായി സവോള വേണം. ഇവിടെ 4 സവോള ഞാൻ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ കിസ്മിസ്, കാഷ്നട്ട്, കുറച്ച് പെരിഞ്ചീരകവും പിന്നെ വറ്റൽമുളക് പൊടിച്ചതും. ഇത് ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മസാല പുരട്ടി മാറ്റി വെച്ച ചിക്കനിലേക്ക് 2-3 സ്പൂൺ കോൺഫ്ലവറോ മൈദയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. മുട്ടയുടെ വെള്ള ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എണ്ണ നന്നായി ചൂടാക്കി നമുക്ക് ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ എണ്ണയിലിട്ട് കുറച്ച് വെന്ത് കഴിയുമ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ചിക്കനും സവോളയും കൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. സവോളയും ചിക്കനെല്ലാം നന്നായി ഫ്രൈ ചെയ്ത് കോരിയെടുക്കാറാകുമ്പോൾ നമുക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ചിക്കനും സവോളയും എല്ലാം നന്നായി മൊരിഞ്ഞ് ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ജീരകവും പെരിഞ്ജീരകവുമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് അപ്പം തന്നെ കോരിയെടുക്കണം. കുറേ നേരം എണ്ണയിൽ കിടന്നാൽ അത് കരിഞ്ഞു പോകും. നല്ല വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.